നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ഇയർബഡിനെ കുറിച്ചാണ്. അതായത് റിയൽമിയുടെ T200 ലൈറ്റ്, അതായത് ഒരു 1000 രൂപ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു കിടിലൻ ഇയർബഡ് നിങ്ങൾ സ്വന്തമാക്കുക. അതായത് റിയൽമിയുടെ T200 ലൈറ്റാണ്. അതായത് ഇതിൽ കുറേ ഫീച്ചേഴ്സുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡുവൽ ഡിവൈസ് പെയറിങ്, അതായത് ഒരേ സമയം നമ്മൾ 2 ഡിവൈസുകളിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചറുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് പാട്ടുകൾ സ്കിപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ രണ്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ടുകൾ പോസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ ഇൻകമിങ് കോളൊക്കെ വരികയാണെങ്കിൽ, അതായത് അതിൽ ഇൻകമിങ് കോൾ നമുക്ക് ഡ്രോപ്പ് ചെയ്യണം, അതായത് കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇയർബഡിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇൻകമിങ് കോൾ കട്ടാവും. അതുപോലെ തന്നെ നമ്മൾ വോളിയം കൂട്ടണമെങ്കിൽ നമ്മൾ ഫോണിൻ്റെ സഹായമില്ലാതെ തന്നെ വോളിയം കൂട്ടാനുള്ള ഓപ്ഷനുകളുണ്ട്. നല്ലൊരു കിടിലൻ നല്ലൊരു കിടിലൻ ബിൽഡ് ക്വാളിറ്റിയാണ് അത് കൊടുത്തിരിക്കുന്നത്. അതായത് അവർ 1000 രൂപ പൈസ റേഞ്ച് ആണെങ്കിലും നല്ലൊരു അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി, അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്തിൻ്റെ 5.4 ആണിതിൽ സപ്പോർട്ടാണ്. 12.4 mm ഡൈനാമിക് ബാസ് ഡ്രൈവർ കൊടുത്തിട്ടുണ്ട്. 48 മണിക്കൂർ പ്ലേ ബാക്ക് കിട്ടുന്നൊക്കെ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. നല്ലൊരു കിടിലൻ ഗാഡ്ജറ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 5 സെക്കൻഡ് നിങ്ങൾ ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പേഡാവുന്നതാണ്. 5 സെക്കൻഡ് പിടിച്ചാൽ മതി. ഇങ്ങനെ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുക. 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഡ് ചെയ്യാൻ സാധിക്കും. 3 തവണ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് സ്കിപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, മ്യൂസിക്കൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് പ്രസ് ആൻഡ് ഹോൾഡ് 2 സെക്കൻഡ് ഓൺ ഐദർ സൈഡ് ഓൺ ഡിക്ലൈൻ ആൻഡ് ഇൻകമിങ് കോൾ. അതായത് ഒരു ഇൻകമിങ് കോൾ വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ 2 തവണ 2 സെക്കൻഡ് രണ്ട് സൈഡും 2 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ, ഇൻകമിങ് കോൾ വരുമ്പോൾ 2 സൈഡും നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇൻകമിങ് കോൾ ഉണ്ടാവുന്നതാണ്. ഇൻകമിങ് കോൾ നമുക്ക് പെട്ടെന്ന് ഡിക്ലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ലോങ് പ്രസ്, അതായത് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഓപ്ഷൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ലെഫ്റ്റ് സൈഡ് നമ്മൾ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വോളിയം കൂട്ടാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഇത്തരം ഓപ്ഷനുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ ഇത്രേ ഉള്ളൂ. ഓക്കെ.